1991 ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് ദേവാസുരം എന്ന സിനിമ അല്ലേ. അതിൻ്റെ തിരക്കഥ രഞ്ജിത്തും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ IV ശശിയായിരുന്നു. എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഫിലിം. മോഹൻലാൽ ഒരു ഫ്യൂഡൽ മാടമ്പിയായിട്ട് തകർത്തഭിനയിച്ച പടമല്ല. അതായത് ആ പടത്തിൽ ഒരു ശക്തമായൊരു സ്ത്രീ കഥാപാത്രമായിരുന്നു ഈ രേവതി അഭിനയിച്ച ഭാനുമതി പറഞ്ഞ ഒരു ക്യാരക്ടർ അല്ലേ. അതിൽ ഒരുപാട് നൃത്ത പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ ഭാനുമതി പറയുന്ന ക്യാരക്ടർ ഇരിക്കുന്നത്. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മോഹൻലാൽ ആവശ്യപ്പെട്ടത് ക്ലാസിക്കൽ നൃത്തമൊക്കെ ഒരുപാടുള്ളതല്ലേ. അപ്പോൾ അതിൽ ഈ ഭാനുമതി പറഞ്ഞ ക്യാരക്ടറിനെ അദ്ദേഹം സജസ്റ്റ് ചെയ്ത നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഭാനുപ്രിയയായിരുന്നു. അത് തമിഴിൽ നല്ല രീതിയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന നടിയായിരുന്നു ഭാനുപ്രിയ. ഒരു ദൂരദർശൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, മേനകയായിട്ടൊക്കെ അഭിനയിച്ച തകർത്താണ്. ക്ലാസിക്കൽ നൃത്തം അതിൽ ബെസ്റ്റുമാണ്. പക്ഷേ മോഹൻലാലിൻ്റെ നിർദ്ദേശം IV ശശി തള്ളിക്കളയാണ് ചെയ്തത്. അദ്ദേഹം രേവതി തന്നെ മതിയെന്ന് പറഞ്ഞു. അവസാനം ലാലും സമ്മതിച്ചു. പക്ഷെ ആ ക്യാരക്ടർ തന്നെ പിന്നീട് IV ശശി പറഞ്ഞത്, അതായത് ഇപ്പോൾ ഭാനുപ്രിയനാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ അവിടെ നീലകണ്ഠൻ പറയുന്ന ക്യാരക്ടർ ഭാനുപ്രിയയുടെ സൗന്ദര്യം കണ്ടിട്ട് അതിൽ വീണിട്ട് ബാക്കിയുള്ള ഹെൽപ്പൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ ആയിപ്പോവും. അതുകൊണ്ടാണ് ഭാനുമതി പറഞ്ഞ ക്യാരക്ടറെ രേവതിക്ക് തന്നെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിഗമനം വളരെ ശരിയായിരുന്നു അല്ലേ. ആ ഒരു ക്യാരക്ടർ രേവതി നല്ല രീതിയിൽ ചെയ്തു ആ ഒരു ക്യാരക്ടർ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം.